നോക്കൂ, രാജ്യത്തെ സോഷ്യൽ മീഡിയകളിലാവട്ടെ അല്ലെങ്കിൽ രാജ്യത്തെ BJPയുടെ നേതാക്കളാവട്ടെ, എന്തെങ്കിലും ഒരു പ്രാവശ്യം പ്രതിപക്ഷം ഉന്നയിക്കുന്ന ആരോപണങ്ങളെ അടിസ്ഥാനപ്പെടുത്തി പ്രതിപക്ഷത്തെ വെല്ലുവിളിക്കാൻ മുന്നോട്ട് വന്നിട്ടുണ്ടോ? പറഞ്ഞു വരുന്നത് EVMന്റെ വിഷയത്തിലാണ്. EVM മിഷനുകളിൽ അട്ടിമറി നടന്നിട്ടുണ്ടെന്ന് പ്രതിപക്ഷവും രാജ്യത്തെ പൊതുജനങ്ങളടക്കം തുറന്നു പറയുമ്പോൾ എന്തുകൊണ്ട് അതിനെ എതിർത്ത് EVMകളിൽ വെല്ലുവിളി ഉയർത്തുന്നത് കൊണ്ട് ഓക്കെ, പ്രതിപക്ഷം പറയുന്ന ബാലറ്റ് പേപ്പർ അംഗീകരിക്കാൻ ഞങ്ങൾ തയ്യാറാണെന്ന് പറഞ്ഞ് പൊതുസമൂഹങ്ങളിലേക്ക് ഇറങ്ങി വരാൻ എന്തുകൊണ്ടാണ് BJPയുടെ നേതാക്കൾ മടി കാണിക്കുന്നത്? സോഷ്യൽ മീഡിയയിൽ നോക്കൂ, നിങ്ങൾ എവിടെയെങ്കിലും സംഘപരിവാറിന്റെ പ്രവർത്തകർ പറയുന്നുണ്ടോ EVM മിഷൻ വേണ്ട, നമുക്ക് ബാലറ്റ് പേപ്പറിൽ പരസ്പരം ഏറ്റുമുട്ടാമെന്ന് പറയുന്നുണ്ടോ? അതായത് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാമെന്ന് പറയുന്നുണ്ടോ? ഇല്ല. കാരണം ഇതൊക്കെ വ്യക്തമായി എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ആദ്യം ആരാണ് വോട്ടിംഗ് മിഷനെ എതിർത്തിട്ടുള്ളത്? BJPയുടെ നേതാക്കളാണ്. സുബ്രഹ്മണ്യൻ സ്വാമി അടക്കം ഇതിനെതിരെ രംഗത്ത് വന്നിരുന്നു. BJPയുടെ നേതാക്കൾ വോട്ടിംഗ് മിഷനെതിരെ കൃത്യമായിട്ടുള്ള ലേഖനങ്ങൾ എഴുതിയിരുന്നു. അതിനെതിരെ പുസ്തകം വരെ അടിച്ചിറക്കിയത് ഇവരല്ലേ? പിന്നെ എന്തുകൊണ്ട് അവസാനം വോട്ടിംഗ് മിഷനെ ഇവർ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് രംഗത്ത് വന്നത്? എഴുതിയവർക്ക് വ്യക്തമായി അറിയാം ഇതിലൂടെ അട്ടിമറി നടത്താൻ സാധിക്കും എന്നുള്ളത്. അതെന്തുകൊണ്ട് ഞങ്ങൾക്ക് ചെയ്തുകൂടാ എന്നുള്ള തോന്നലുകളാണ് EVM മിഷനുകളിൽ അട്ടിമറി നടത്താൻ BJPയെ പ്രലോഭിപ്പിച്ചതും അവർക്ക് നേട്ടങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കുമെന്നുള്ളത് അവർക്ക് കൃത്യമായി മനസ്സിലാക്കി കൊടുത്തതും. അത് മാത്രമല്ല, തിരഞ്ഞെടുപ്പിൽ വോട്ടിംഗ് മിഷനുകൾ ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും അവർക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയില്ല. ആ യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിഞ്ഞേ മതിയാകൂ. അങ്ങനെ രാജ്യത്തെ തിരഞ്ഞെടുപ്പ് സംവിധാനങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ട് BJP മുന്നിലോട്ട് പോകുമ്പോൾ നമ്മുടെ വെല്ലുവിളികളോ നമ്മുടെ ആരോപണങ്ങളോ ഏറ്റുപറയാൻ അല്ലെങ്കിൽ അതിനെ വെല്ലുവിളിയായി എടുക്കാൻ പോലും BJP തയ്യാറാവാത്തതിൻ്റെ ഏറ്റവും വസ്തുതാപരമായിട്ടുള്ള തെളിവുകൾ തന്നെയാണ് നമ്മൾ മുന്നോട്ട് വെക്കുന്നുള്ളത്. ന്യൂസ് ക്ലിക്ക് മുന്നോട്ട് വെച്ചിട്ടുള്ള കാര്യങ്ങൾ എന്താണ്? പല മണ്ഡലങ്ങളിലടക്കം വ്യക്തമായിട്ടുള്ള അടിസ്ഥാനപരമായിട്ടുള്ള അട്ടിമറികൾ നടന്നത് വ്യക്തമായിട്ടുള്ള വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ മുന്നിലിട്ട് കൊടുത്തു. ഇതൊക്കെ അടിസ്ഥാനപ്പെടുത്തിയിട്ടും BJP ആവട്ടെ ഇലക്ഷൻ കമ്മീഷൻ ആവട്ടെ ചിരിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് വേണം നമുക്ക് പറയാൻ. കാരണം ഇതൊക്കെ ഒരു അണിയറയിലെ ഗൂഢാലോചനയുടെ ഭാഗമാണ്. ആ ഗൂഢാലോചന മുന്നോട്ട് കൊണ്ടുവരാൻ അവർ ഉദ്യോഗസ്ഥരെ ഉപയോഗിക്കുന്നു. ഉദ്യോഗസ്ഥർ കൃത്യമായി അത് നടപ്പിൽ വരുത്തുകയും ചെയ്യുന്നു. രാജ്യത്തെ ജനാധിപത്യ സ്രോതസ്സുകളെ അവർ വെല്ലുവിളിക്കുന്നു. ജനാധിപത്യത്തെ സംരക്ഷിക്കണമെന്നുണ്ടെങ്കിൽ ബാലറ്റ് പേപ്പർ മുന്നോട്ട് വരണം എന്നുള്ളത് അത്യാവശ്യമാണ്. അതുകൊണ്ട് ഞങ്ങൾ പൊതുജനങ്ങൾ ചോദിക്കുകയാണ് BJPയോട്, EVMനെ മാറ്റി നിർത്തി ബാലറ്റ് പേപ്പറിലൂടെ തിരഞ്ഞെടുപ്പിനെ നേരിടാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ? വെല്ലുവിളിക്കുന്നത് ഞങ്ങളടങ്ങുന്ന പൊതുജനങ്ങളാണ്, നിങ്ങളടങ്ങുന്ന പൊതുജനങ്ങളാണ്. അതുകൊണ്ട് ആ വെല്ലുവിളിയെ ഏറ്റെടുക്കാൻ BJP തയ്യാറാണോ? ഒരിക്കലും തയ്യാറാവുകയില്ല എന്നറിയാം. അങ്ങനെ ഉണ്ടായിരുന്നുവെങ്കിൽ സോഷ്യൽ മീഡിയയിൽ നിങ്ങൾക്ക് വേണ്ടി വാദിക്കുന്നവരെങ്കിലും അതിനുവേണ്ടി ഒരക്ഷരം ശബ്ദിക്കുമായിരുന്നു. പക്ഷേ അതിൻ്റെ യാഥാർത്ഥ്യം അവർക്ക് കൃത്യമായി വസ്തുതാപരമായി തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അവർക്കറിയാവുന്നത് കൊണ്ടാണ് അവർ കമ എന്നൊരക്ഷരം പോലും സംസാരിക്കാതെ നിൽക്കുന്നത്. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.